CM എക്സാംസിന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു ഹെഡിങ് ആണ്. അതായത് നമ്മുടെ അടുത്ത് എന്തിനെക്കുറിച്ചാണോ ചോദിക്കണേ അതിനെക്കുറിച്ച് ഒരു ഹെഡിങ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിവറേജ്ഡ് ബൈ ഔട്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ബോൾഡാക്കി ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ഹെഡിങ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി സെക്കൻഡ് പറയണത് പ്രിസൈസ് ആൻഡ് ക്ലിയർ. പ്രിസൈസ് ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ അടുത്ത് എന്തിനെക്കുറിച്ചാണോ ചോദിക്കണേ അതിനെക്കുറിച്ച് വലിയൊരു എസ്സേ പാരഗ്രാഫ് എഴുതി വെക്കാണ്ട് ഒരു 2-3 ലൈൻസിൽ നല്ല ക്ലിയർ ആയിട്ട് ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നല്ലെങ്കിൽ ഇവിടെ ഈ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ള പോലെ നമുക്ക് 2 പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ലിവറേജ്ഡ് ബൈ ഔട്ട് എന്താണെന്ന് എഴുതി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2-3 ലൈൻസിൽ എഴുതാം. പിന്നെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫുൾ സ്റ്റോപ്പ് കഴിയുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കണത് ബെനഫിറ്റ്സോ ലിമിറ്റേഷൻസോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ബെനഫിറ്റ്സും ലിമിറ്റേഷൻസും ഒക്കെ ചോദിക്കുന്ന ടൈമിൽ അത് എഴുതണതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അടുത്ത് എന്തിൻ്റെ ബെനഫിറ്റ്സ് ആണോ ചോദിച്ചിരിക്കണേ അത് എന്താണ് എന്നും കൂടി നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ലിവറേജ്ഡ് ബൈ ഔട്ടിൻ്റെ ബെനഫിറ്റ്സ് ആണ് ചോദിക്കണേ എന്നുണ്ടെങ്കിൽ ആ ബെനഫിറ്റ്സ് എഴുതണതിൻ്റെ ഒപ്പം തന്നെ ലിവറേജ്ഡ് ബൈ ഔട്ട് എന്താണ് എന്ന് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ അത് നല്ലതായിരിക്കും. ഇനി കാൽക്കുലേഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ എമൗണ്ടൊക്കെ എഴുതുന്ന സമയത്ത് ആ എമൗണ്ടിന് തൊട്ട് മുന്നായിട്ട് ഡോളർ സിമ്പൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ആ ഡോളർ സിമ്പൽ നമ്മൾ എന്തായാലും ഇടണം. പിന്നെ നാലാമത് പറയണത് എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേഷൻസിൽ എമൗണ്ടൊക്കെ എഴുതുമ്പോൾ കോമ വളരെ കറക്റ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് കറക്റ്റ് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ കോമാസും കൂടി നമ്മൾ